അതായത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 2020 ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞു. അതേപോലെ തന്നെ ടാക്സിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റ വരെ ഈ വാഹനം ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജെട്ടി ബസ്സാണ്. ഓക്കെ, എറണാകുളം എടപ്പള്ളി കല്ലൂരൊക്കെ പോകുന്ന ഒരു ബസ്സാണ്. ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞു. അതായത് അടുപ്പിച്ച് കിടക്കുന്ന 2 വാഹനങ്ങളുടെയും ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ് ഇപ്പോഴും നിരത്തിലോടുന്നു. അതായത് ഇൻഷുറൻസ് ഇല്ലാതെ ഈ ഒരു വാഹനം അപകടപ്പെടുമ്പോൾ ഗവൺമെന്റ് പോലും വലിയൊരു ബാധ്യതയിലേക്ക് തള്ളപ്പെടും. ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ നിരത്തിലോടി ഇതൊരു പരിക്ക് വരികയാണ്, ഇതൊന്ന് ആക്സിഡന്റ് ആവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും. 2020 തൊട്ടിട്ട് ഇൻഷുറൻസ് പുതുക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. 2 വാഹനങ്ങൾ അടുപ്പിച്ച് കിടന്നിരുന്ന 2 വാഹനങ്ങൾ. മറ്റൊരു വാഹനം ഇപ്പോ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രോപ്പർ ഫിറ്റ്നസ് ഇല്ലാതെ, പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാതെ ഒക്കെ വാഹനങ്ങൾ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ആണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. അതായത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത, അതേപോലെ തന്നെ KSRTC ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ, നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിരത്തിലിറക്കാൻ കഴിയാത്ത ഗണേഷ് കുമാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള KSRTC ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നിയമം അനുസരിച്ചുകൊണ്ട് നിരത്തിലിറക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക. നിങ്ങൾ വീഡിയോയിൽ പകർത്തു. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല.